നിങ്ങൾ ജീവിതത്തിൽ ഇവിടെ 50 കൊല്ലമായിട്ട് പെണ്ണെട്ടിയോലുണ്ട്, 40 കൊല്ലമായിട്ട് പെണ്ണെട്ടിയോലുണ്ട്, 30 കൊല്ലമായിട്ട് പെണ്ണെട്ടിയോലുണ്ട്. നിങ്ങൾ എത്ര കൊല്ലമായി പെണ്ണെട്ടിയിൽ? 25 8 കൊല്ലമായിട്ടുണ്ട്. നിങ്ങൾ പുതിയ വ്യാപള, നിങ്ങൾ വേഗം പോയിക്കോളെ, കജാന്ന് കാണാം. അങ്ങനെ സുബ്ഹാനല്ലാഹ് 40 കൊല്ലം ആയിട്ട് പെണ്ണെട്ടിയ ആളുകൾ. നിങ്ങൾ എത്ര കല്യാണം കഴിച്ചിട്ട്? 40 കൊല്ലമായില്ലേ? അയണ് അതിലേറായില്ലേ? അയക്കണ്. ജീവിതത്തിൽ നിങ്ങൾ പെണ്ണുങ്ങളോട് പൊരുത്തപ്പെടിച്ചിട്ടുണ്ട് എന്തെങ്കിലും? ഒരൊറ്റ കൂടി പൊരുത്ത. അങ്ങാടിയത്തെ ആളുകളോടൊക്കെ പൊരുത്തപ്പെടിച്ചും അയൽവാസികളോടൊക്കെ പൊരുത്തപ്പെടിച്ചും ഹജ്ജിന് പോകുമ്പോൾ വരെ പെണ്ണുങ്ങളോട് പൊരുത്തപ്പെടിക്കൂല. ഹജ്ജിന് പോകുമ്പോൾ പെണ്ണുങ്ങളോട് എങ്ങനെ പറയാം? നാട്ടുകാരൊക്കെ വിളിച്ച് കൊയ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരോടും പൊരുത്തപ്പെടിക്കും. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെങ്ങനെയൊക്കെ പൊരുത്തപ്പെടും. എവിടെ പൊരുത്തപ്പെടണം? ആ കൊയ്മന്തിയിൽ പോയി കിട്ടുന്ന അല്ലാത്ത അയിമലൊന്നും പൊരുത്തപ്പെടൂല. നിങ്ങൾ 6.5 ലക്ഷം ഉറുപ്പിന് വടിയാവും. ഹജ്ജിന് വേണം 6.5 ലക്ഷം വടിയാവും. പൊരുത്തപ്പെടിക്കലൊക്കെ നല്ല പൊരുത്തപ്പെടിക്കണം. അല്ലാ അപ്പൊ പൊരുത്തപ്പെടിക്കണ്ട. അപ്പൊ ഹജ്ജിന് പോകുമ്പോ നമ്മളെങ്ങനെ പൊരുത്തപ്പെടിക്കുക? 10 മോജ് ബേജാറാണ്ട് 4 പീസം കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരും. പഞ്ചസാരയും മുളകും മല്ലിയൊക്കെ അവിടെ റെഡിയാക്കി വെച്ചു 4 പീസത്തിന്. ഇനി എനിക്ക് മീനും ഇറച്ചിപ്പോ കൊണ്ടുവന്നേക്കാൻ പോലെ ഗുഡ്സാരം വരുമ്പോ ഓരോരുത്തർ വാങ്ങിക്കൊണ്ട്. അപ്പൊ ഈ പെണ്ണിന്റെ മനസ്സിൽ നിങ്ങൾ ഇനി 80 ദിവസം കഴിഞ്ഞിട്ട് വന്നാലും പരാതിയില്ല, കാരണം അതുപോലെ സുഖം കിട്ടുമല്ലോ. നിങ്ങൾ 40 ദിവസമല്ല 80 ദിവസം കഴിഞ്ഞിട്ട് വന്നാലും ഒരു കുഴപ്പമില്ല, കാരണം അതുവരെ സമാധാനം കിട്ടുമല്ലോ. ഇപ്പൊ നിങ്ങളെ പെണ്ണുങ്ങളിപ്പൊ നിങ്ങളെ പറ്റി പറയുമല്ലേ? ഇപ്പൊ നിലവിൽ നിങ്ങളെ പെണ്ണുങ്ങൾ അത് പറയുമല്ലേ? അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ഭാര്യമാരോട് പൊരുത്തപ്പെടിക്കണം.